തോക്കുകളും ആയുധങ്ങളുമേന്തി കാടുകളിൽ ഭീതിയുടെ ദിനങ്ങൾ തള്ളനീക്കിയ ഒരു കൂട്ടം വനിതകൾ ഇന്നവർ ജീവിതത്തിന്റെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഘട്ടത്തിലാണ്. ഒരു കാലത്ത് നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്ന മുൻ വനിതാ കേഡർമാർ തോക്കുകൾ ഉപേക്ഷിച്ച് ഫാഷൻ റാമ്പിൽ മോഡലുകളായി ചുവടുവെച്ച അവിശ്വസനീയമായ കാഴ്ചയ്ക്കാണ് ഛത്തീസ്ഗഡ് സാക്ഷ്യം വഹിച്ചത്. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ നടന്ന ഒരു പ്രത്യേക പരിപാടിയിലാണ് അക്രമത്തിന്റെ പാത ഉപേക്ഷിച്ച് പ്രധാന ജീവിതധാരയിലേക്ക് മടങ്ങിയെത്തിയ ഈ വനിതകൾ ഫാഷൻ ഷോയിൽ പങ്കെടുത്തത്. കയ്യിൽ തോക്കുകൾക്കു പകരം ആകർഷകമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആത്മവിശ്വാസത്തോടെ റാമ്പിലൂടെ നടന്നു നീങ്ങിയ ഇവർ തങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തെയാണ് ലോകത്തിനു മുന്നിൽ കാണിച്ചുതന്നത്. നക്സലിസം ഉപേക്ഷിച്ച് സമൂഹത്തിന്റെ പ്രധാനധാരയിലേക്കെത്തുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് പുതിയ തൊഴിൽ ജീവിത അവസരങ്ങൾ നൽകുന്നതിനുമായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് ഈ വേദി ഒരുങ്ങിയത്. ആയുധങ്ങളും ചോരച്ചൊരിച്ചിലുമല്ല, മറിച്ച് സമാധാനവും ആത്മാഭിമാനവുമാണ് ശരിയായ വഴിയെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇവരുടെ ഈ ചുവടുവെപ്പുകൾ. കാടിന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മടങ്ങിയെത്തിയ ഈ വനിതകളുടെ മാറ്റത്തെ വലിയ കയ്യടികളോടെയാണ് കാണികളും അണിയറപ്രവർത്തകരും സ്വീകരിച്ചത്. തീവ്രവാദത്തിന്റെ വഴികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ തയ്യാറാകുന്ന ഏവർക്കും ഒരു വലിയ മാതൃകയും പ്രത്യാശയുമാണ് ഈ മുൻ നക്സൽ വനിതകളുടെ പുതിയ ജീവിതം.